ചിക്കൻ നന്നായി കഴുകി കുറച്ച് സവാള അരിഞ്ഞ് അടപ്പത്തേക്ക് വയ്ക്കുക. ചിക്കൻ കഴുകി ഇവിടെ വയ്ക്കുക, സവാള അരിയുക, ഒരു ഫ്രൈങ് പാനിലേക്ക് സവാള ഇടുക. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ചിക്കനിൽ മസാല ഒന്നും ചേർക്കണ്ട. നമ്മൾ ആ ചിക്കൻ അങ്ങനെ തന്നെ നല്ല കഴുകി വൃത്തിയാക്കി പച്ച ആയിട്ട് അങ്ങനെ ഇടുക. കുറച്ച് ഇഞ്ചി ഇടുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ അങ്ങനെ ഒരു ഉപ്പ് മുളക് ഒന്നും ചേർക്കാണ്ട് ഡയറക്റ്റ് ചിക്കനിലേക്ക് ഇടാം. അങ്ങനെ ചിക്കൻ ഇട്ട ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നല്ലൊരു കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ചില്ലി പൗഡർ അങ്ങോട്ട് ഇടാം. അപ്പോൾ നല്ല കളർ കിട്ടുമേ. അപ്പോൾ അതിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് നമ്മൾ ചിക്കൻ വേകാനായിട്ട് വയ്ക്കുക. കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊരു വലിയ വെളുത്തുള്ളി അങ്ങനെ തന്നെ വട്ടം നല്ല കഴുകിയിട്ട് അങ്ങനെ വട്ടം കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ അതിന് ശേഷം അതൊന്ന് വേകാനായിട്ട് നമ്മൾ വയ്ക്കുക. ഉപ്പ് ചേർക്കണം, മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് അതൊന്ന് നന്നായിട്ട് നമ്മൾ ഇടുക, വേവാൻ വയ്ക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കാം കേട്ടോ. നമ്മളിത് ചിക്കൻ നൂഡിൽസാണ്. ആ നൂഡിൽസിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ആ ചിക്കൻ നൂഡിൽസ് അതിലേക്ക് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ മസാലയും കൂടി ഇട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ച ആ മസാല നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം. അത് അരച്ചതിന് ശേഷം ആ ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് വേവിക്കുക. അപ്പോൾ നമ്മൾ വേറെ മസാലകളോ നമ്മൾ തേങ്ങയോ മല്ലിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യണ്ട. ഇത് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫ്ലേവറില്ല, അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കന്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്കിങ്ങനെയും ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയോ ദോശയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അതൊന്ന് നല്ലോണം കുറുകി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊന്നും തരാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ, സീ യു.